നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ക്ലബ്ബ് വേൾഡ് കപ്പ് പോലും കളിക്കാൻ നിൽക്കില്ല, താരം ക്ലബ്ബ് വിടുകയാണ്. അർജന്റീൻ സൂപ്പർ താരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഹേൽ ഡി മരിയ ക്ലബ്ബ് വേൾഡ് കപ്പ് പോലും കളിക്കാൻ നിൽക്കാതെ അദ്ദേഹം ബെൻഫിക്ക വിടും എന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗാസ്നഡൂൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചേക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നു, ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഫബ്രിസിയോ റൊമാനോ. ആദ്യം ഗാസ്നഡൂളിൻ്റെ റിപ്പോർട്ടിലേക്ക് പോകാം. ആൻഹേൽ ഡി മരിയ വിൽ നോ ലോങ്ങർ ബി അറ്റ് ബെൻഫിക്ക. അദ്ദേഹം ഇനി ബെൻഫിക്കയിൽ തുടരില്ല. അദ്ദേഹം ഒരു പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചേക്കും. എന്നിട്ട് ക്ലബ്ബിലെ സമയം അവസാനിച്ചിരിക്കുന്നു, ഈ മെഡിയറോട് കൂടി അദ്ദേഹം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഗാസ്നഡൂൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ട്. ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് Angel Di Maria leaves Benfica as free agent at the end of the season. Decision has been made. Di Maria won't even be part of Benfica's squad at FIFA Club World Cup. സോ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള ബെൻഫിക്കയുടെ സ്ക്വാഡിൽ അദ്ദേഹം ഭാഗമാവില്ല, അതിൽ പോലും ഭാഗമാവില്ല എന്ന് ഫബ്രിസിയോ റൊമാനോ കുറിക്കുന്നു. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ബെൻഫിക്കയിലെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കില്ല, അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോവുകയാണ്. നമുക്കറിയാവുന്ന പോലെ ബെൻഫിക്കയിലൂടെയായിരുന്നു, അതായത് റൊസാരിയോ സെൻട്രൽ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിച്ചിട്ട് ബെൻഫിക്കയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ പ്രവേശനം. അതിനുശേഷം റയൽ മാഡ്രിഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും പാരീസ് സെന്റ് ജർമ്മനിലും യുവൻറ്റസിലും കളിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം 2023 ബെൻഫിക്കയിലേക്ക് എത്തുകയായിരുന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഓൾറെഡി വിരമിച്ചിട്ടുള്ളയാളാണ് ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ഡി മരിയ. ഇനി അദ്ദേഹം യൂറോപ്പിലെ തൻ്റെ കളികളൊക്കെ അവസാനിപ്പിച്ച് മടങ്ങുമോ റൊസാരിയോ സെൻട്രലിലേക്ക് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.